നമസ്കാരം. നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാനെയും മുകൾ ഭാഗം പരമശിവനെയും സൂചിപ്പിക്കുന്നതാണ്. നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നതാണ്. ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക്. അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഏതൊരു വ്യക്തിക്കും നിർബന്ധം തന്നെയാണ്. എവിടെയാണ് വിളക്ക് തെളിയിക്കേണ്ടത് എന്ന കാര്യത്തിലും പ്രാധാന്യമുണ്ട്. പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തോ ആണ് നിലവിളക്കിൻ്റെ സ്ഥാനം. അതിനാൽ നിലവിളക്ക് ഈ ഭാഗങ്ങളിലാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഈശാനകോണായ വടക്ക് കിഴക്കോ വീടിൻ്റെ മധ്യഭാഗത്തോ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ വിളക്ക് നിങ്ങൾക്ക് തെളിയിക്കാവുന്നതുമാണ്. ഇപ്രകാരം തെളിയിക്കുന്നതും ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. എന്നാൽ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. തുളസിയില കൊണ്ട് വെള്ളം തളിച്ചതിന് ശേഷം വിളക്ക് വയ്ക്കുന്ന ഭാഗം സ്ഥലശുദ്ധി വരുത്തണം എന്നാണ് പറയുക. ശേഷമാണ് നിങ്ങൾ വിളക്ക് തെളിയിക്കേണ്ടത്. ഓട്, വെള്ളി, പിത്തള, സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച നിലവിളക്കുകളാണ് ദിനവും നിങ്ങൾ തെളിയിക്കേണ്ടത്. അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാത്ത ഓട്ടുവിളക്കാണ് ഏറ്റവും ഉത്തമം. നിലവിളക്കിൻ്റെ ചൈതന്യ സ്രോതസ്സിൻ്റെ ഭാരം ഭൂമിദേവിക്ക് നേരിട്ട് താങ്ങാനാവാത്തതിനാൽ വെറും നിലത്ത് വിളക്ക് വയ്ക്കരുത് എന്ന് പരാമർശിക്കുന്നതാണ്. പീഠത്തിന് മുകളിലോ തളികയിലോ വച്ചു വേണം ദീപം നിങ്ങൾ തെളിയിക്കാൻ. നിലവിളക്കിന് മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം, പുഷ്പങ്ങൾ, ചന്ദനത്തിരി എന്നിവ വയ്ക്കുന്നതും ശ്രേയസ്കരമാണ്. നിലവിളക്കിന് ഉണ്ടാകുന്നതായ ഏതൊരു അശുദ്ധിയും കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെയും ബാധിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ ദിനവും കഴുകി മിനുക്കിയ ശേഷം മാത്രമാകണം വിളക്ക് നിങ്ങൾ തെളിയിക്കേണ്ടത്. ആ കാര്യത്തിന് എപ്പോഴും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. നിത്യവും 2 തിരികൾ കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ 2 തിരികൾ കൈ കൂപ്പുന്നതായ രീതിയിൽ ഇട്ടുവേണം നിങ്ങൾ നിലവിളക്ക് തെളിയിക്കാൻ. അപ്രകാരമാണ് തിരികൾ വരേണ്ടത്. ഇതാണ് പ്രമാണം. പഞ്ഞികൊണ്ട് ഉണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ ഏവർക്കും അത് ലഭിക്കണം എന്നില്ല. വിവാഹ തടസ്സം നീങ്ങാൻ ചുവപ്പ് തിരിയിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മനസ്സിൻ്റെ ദുഃഖം മാറാൻ മഞ്ഞ തിരിയിൽ നിലവിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അതിനാൽ 2 തിരിയിട്ട ദീപം ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3 തിരികളും 4 തിരികൾ ഇടുന്നതും ദാരിദ്ര്യത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം. അതിനാൽ 3, 4 എന്നീ തിരികൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. 5 തിരിയിട്ട ദീപം ഏറ്റവും ശ്രേയസ്കരമാണ്. ഭദ്രദീപം എന്നാണ് പറയുക. ആ വ്യക്തികളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. ഐശ്വര്യം കൊണ്ടുവരുവാൻ സഹായകരമായി തീരും എന്നാണ് പറയുക. വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നതും ഏറ്റവും ദോഷകരമാണ് എന്നാണ് പറയുക. എണ്ണ പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. മൃഗക്കൊഴുപ്പിൽ നിന്നെടുത്ത എണ്ണ ഉപയോഗിക്കുന്നതും അതീവ ദോഷകരമായ ഒരു കാര്യമാണ്. എള്ളെണ്ണയാണ് ഏറ്റവും ഉത്തമമായി പരാമർശിക്കുന്നത്. കടം തീരുവാൻ രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം നിങ്ങൾ തിരി തെളിയിക്കുവാൻ. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു എന്നാണ് വിശ്വാസം. വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് നിങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട്.
ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ കടബാധ്യതകൾ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുന്നതാണ്. വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ധനവരവ് വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കും എന്നാണ് വിശ്വാസം. തെക്ക് ദിക്ക് നോക്കി ഒരിക്കലും നിലവിളക്ക് തെളിയിക്കരുത് എന്നും പരാമർശമുണ്ട്. അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. പലരും സംശയം ഉന്നയിക്കുന്നതായ ഒരു കാര്യമാണ് എത്ര സമയം നിലവിളക്ക് വീടുകളിൽ തെളിയിക്കണം എന്ന കാര്യം. വിളക്കിലെ എണ്ണ വറ്റും വരെ കത്തിച്ച് വയ്ക്കണം എന്നാണ് കണക്ക്. എങ്കിലും സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുന്നതിൽ തെറ്റില്ല. തിരി കെടുത്തുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യം. പലരും ചെയ്യുന്നതായ കാര്യം തെറ്റാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചിലർ ഊതി കെടുത്തുന്നവരാണ്, ചിലർ പുഷ്പം ഉപയോഗിച്ച് കെടുത്തുന്നതാണ്. ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം തിരി എണ്ണയിലേക്ക് വലിച്ചിട്ട് അത്രയും എണ്ണ അവശേഷിപ്പിക്കുക, ആ എണ്ണയിലേക്ക് തിരി വലിച്ചിട്ട് കെടുത്തുക എന്നതാണ് ഏറ്റവും ശുഭം. നിലവിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരവും മുടങ്ങുന്നത് ദോഷകരം തന്നെയാണ്. ചിലർ നിലവിളക്ക് തെളിയിച്ച് മുടങ്ങുന്നതിലും ഭേദം കൊളുത്താതിരിക്കുന്നതാണ് എന്ന് കരുതുന്നവർ സമൂഹത്തിലുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഈശ്വരനെ ആരാധിക്കാനും അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്തുവാനുമാണ് വിളക്ക് തെളിയിക്കുന്നത്. സാഹചര്യം നിമിത്തം ഒരു നേരം വിളക്ക് തെളിയിച്ചില്ല എങ്കിൽ പോലും ഈശ്വര കോപമോ ദോഷമോ വരില്ല. എന്നാൽ അടുപ്പിച്ച് വളരെയധികം ദിവസങ്ങൾ കൊളുത്താതിരിക്കുന്നത് ദോഷകരമാണ്. ഒരു ദിവസം ആ ഭവനത്തിൽ ലഭിക്കേണ്ടതായ പോസിറ്റീവായ ഊർജം അല്പം കുറഞ്ഞിരിക്കും എന്നേയുള്ളൂ. ഭവനത്തിൽ വിളക്ക് തെളിയിക്കാതിരിക്കുന്നത് ഐശ്വര്യക്കേടാണ്. കുറച്ചു നേരം മാത്രമേ വിളക്ക് കത്തിച്ച് വയ്ക്കുവാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ പോലും തീർച്ചയായും നിങ്ങൾ തെളിയിക്കുവാൻ ശ്രമിക്കുക. ഒരിക്കലും തെളിയിക്കാതിരിക്കരുത് എന്ന കാര്യം ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതാണ്. സാഹചര്യങ്ങൾ നിമിത്തം ചിലർക്ക് ഒരു നേരമേ വിളക്ക് തെളിയിക്കുവാൻ സാധിച്ചു എന്ന് വരൂ. അതിൽ യാതൊരുവിധ ദോഷവുമില്ല. ഉത്തമ ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിലെത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വിളക്ക് തെളിയിക്കുന്നത് മുടങ്ങിയ ശേഷം പിന്നീട് തിരി തെളിയിക്കുമ്പോൾ ക്ഷമാപണ മന്ത്രം നിങ്ങൾ ജപിക്കണം. ക്ഷമാപണ മന്ത്രം നാം ജപിക്കാം. ആ മന്ത്രം തീർച്ചയായും ജപിച്ചതിന് ശേഷം നിങ്ങൾ വിളക്ക് തെളിയിക്കുക. ഓം കരചരണകൃതം വ കായജം കർമ്മജം വ ശ്രവണനയനജം വ മാനസം വ അപരാധം വിഹിതമഹിതം വ സർവമേധ ക്ഷമസ്വ ശിവശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്നാണ്. വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നതായ സമയം മുൻവശത്തെ, അതായത് പ്രധാന വാതിലിലൂടെ മഹാലക്ഷ്മി ദേവി വീട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നും അലക്ഷ്മി ദേവി പിൻവശത്തെ വാതിലിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് പറയുക. കൂടാതെ ശ്രീദേവി വീട്ടിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പുറകുവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് പോകും, അതായത് അലക്ഷ്മി പുറത്തേക്ക് പോകും എന്നാണ് വിശ്വാസം. അതിനാൽ അലക്ഷ്മി സാന്നിധ്യമുള്ള വീടുകളിൽ ശ്രീദേവി നില കൊള്ളുന്നതല്ല. അതിനാൽ തീർച്ചയായും നിങ്ങൾ പുറകുവശത്തെ വാതിൽ തുറന്നിടുന്നത് ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം. ഇതിനാൽ ശ്രീദേവി വീട്ടിൽ കുടികൊള്ളുവാൻ വേണ്ടി പുറകുവശത്തെ വാതിൽ വിളക്ക് വയ്ക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും അടച്ചിടുവാൻ ശ്രമിക്കുക. ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. ആ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യം വിളങ്ങും. നാൾക്ക് നാൾ ദേവിയുടെ സാന്നിധ്യം വർദ്ധിച്ച് വരിക തന്നെ ചെയ്യും.